ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദ്യയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്കുനിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദാവ് അത് കേട്ടിട്ട് അവനും യെരുശലേമൊക്കെയും ഭ്രമിച്ചു. ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവർ അവരോട് യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ. ഈ ബൈബിൾ സ്റ്റഡിയുടെ രണ്ടാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. നമ്മുടെ വിഷയവുമായി നേരിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. വീട്ടിലൊരു ബൈബിൾ സ്കൂൾ എന്ന CD-യിൽ ഈ ഭാഗം ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. താനും ഈ വിദ്വാൻമാർ ആ നക്ഷത്രം കണ്ടുകൊണ്ട് യേശുവിനെ തിരക്കി ആദ്യം പോയത് ഹെരോദാവിന്റെ കൊട്ടാരത്തിലാണ്. അതിനുശേഷമാണ് യേശുവിനെ തിരക്കിക്കൊണ്ട് യഥാർത്ഥ സ്ഥലത്ത് അവർ എത്തുന്നതും യേശുവിനെ കണ്ട് സമ്മാനങ്ങൾ കൊടുത്തിട്ട് മടങ്ങുന്നതും. അവർ വന്നത് പുൽക്കൂട്ടിലാണ് എന്നൊരു ചിന്തയുണ്ട്. അവർ ആ വീട്ടിൽ ചെന്ന് യേശുവിനെ കണ്ടു എന്നാണ് പറയുന്നത്. വിദ്വാൻമാർ വന്നപ്പോഴേക്കും യേശുവിനെ താമസിക്കുവാനായിട്ട് ഒരു വീട് കിട്ടിയിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാം. കാരണം യേശു ജനിച്ചതിന്റെ പിറ്റേ ദിവസമൊന്നും അല്ലല്ലോ ഇവർ വന്നത്. ആ കഥ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. വിദ്വാൻമാർ തന്നെ കളിപ്പിച്ചു എന്ന് ഹെരോദാവ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ വിദ്വാൻമാർ പറഞ്ഞതായ സമയവുമൊക്കെ കണക്ക് കൂട്ടിയിട്ട് ഏകദേശം 2 വയസ്സ് മുതൽ താഴോട്ടുള്ള എല്ലാ കുട്ടികളെയും കൊല്ലുവാനാണ് കൽപ്പന കൊടുത്തത്. അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാകുന്നു. യേശു ജനിച്ച് 1.5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് വിദ്വാൻമാർ വന്നത്. അതുകൊണ്ടാണ് സമയമൊക്കെ കണക്കാക്കി 2 വയസ്സ് വരെയുള്ള കുട്ടികളെ എല്ലാം കൊല്ലാൻ കൽപ്പന കൊടുത്തത്. അതുകൊണ്ട് യേശു ജനിച്ച ദിവസങ്ങളിലോ അതിനടുത്ത ദിവസങ്ങളിലോ അല്ല വിദ്വാൻമാർ വന്നത്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയാൻ ഒരു കാരണമുണ്ട്. യേശുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ തെറ്റിദ്ധാരണകൾ നമുക്കുണ്ട്. ദൈവവചനം ശ്രദ്ധിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് നാം ഇത്തരം തെറ്റിദ്ധാരണകളുടെ പിന്നാലെ പോകേണ്ടതായി വരുന്നത്. ദൈവവചനം പരിശോധിച്ച് സത്യം മനസ്സിലാക്കുവാൻ നാം ശ്രമിക്കാറില്ല. പക്ഷേ ഇന്ന് പെന്തക്കോസ്തിന്റെ കാര്യം പരമദയനീയമാണ്. ദൈവവചനം പഠിക്കാൻ അവർ സമയം കണ്ടെത്തുന്നില്ല. സത്യോപദേശം മനസ്സിലാക്കുവാൻ അവർക്ക് സമയമില്ല, അതിൽ താല്പര്യവുമില്ല. ഇതൊക്കെ വേർപെട്ട സഭകളിൽ ഉണ്ടായിരിക്കുന്ന മൂല്യച്യുതിയുടെ ഫലമായി ഉണ്ടായതാണ്. നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. 2 വയസ്സ് മുതൽ താഴോട്ടുള്ള എല്ലാ കുട്ടികളെയും കൊല്ലുവാൻ ഹെരോദാസ് കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ അവർ മിസ്രൈമിലേക്ക് പോയി. മിസ്രൈമിൽ കുറച്ചു കാലം താമസിച്ചു. ഹെരോദാസ് മരിച്ചു എന്നറിഞ്ഞപ്പോഴാണ് അവർ മടങ്ങി വന്നത്. എങ്കിലും ബേത്ലഹേമിലേക്ക് മടങ്ങി പോകുവാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് അവർ മടങ്ങി വന്ന് നാസ്രയത്ത് എന്ന ഗ്രാമത്തിൽ താമസിക്കുവാനിടയായി. അത് തികച്ചും യാദൃച്ഛികമായ ഒരു സംഭവമാണ് എന്ന് നമുക്ക് തോന്നാമെങ്കിലും അത് യാദൃച്ഛികമല്ല എന്നാണ് മത്തായി പറയുന്നത്. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടണമെന്നുള്ളത് പ്രവചനമാണ്. ആ പ്രവചനം നിവൃത്തിയാകുവാൻ വേണ്ടിയാണ് അവൻ നസ്രയത്ത് എന്ന പട്ടണത്തിൽ വന്ന് താമസിച്ചത് എന്നാണ് മത്തായി ഇവിടെ പറയുന്നത്. മത്തായി സുവിശേഷം എഴുതിയത് യഹൂദന്മാരെ മുമ്പിൽ കണ്ടുകൊണ്ടാണ്. യഹൂദന്മാർക്ക് ഇഷ്ടപ്പെടുന്ന വംശാവലിയോടെ ആരംഭിക്കുകയും യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് മത്തായി ആരംഭ ഭാഗത്ത് തന്നെ ചോദ്യം ഉന്നയിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല പഴയ നിയമത്തിലെ ഓരോ പ്രവചനങ്ങൾ എടുത്തുകൊണ്ട് അത് യേശുവിന്റെ ജീവിതത്തിൽ നിറവേറി എന്ന് കാണിക്കുവാനും മത്തായി എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ മത്തായി പറയുന്നു, യേശു കന്യകയുടെ പുത്രനായി ജനിക്കുമെന്ന് യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്ന കാര്യം മത്തായി ഉദ്ധരിക്കുന്നു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവനെ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വേർവിളിക്കുമെന്നുള്ള ആ പ്രവചനം എടുത്തുകൊണ്ട് യേശു കന്യകയുടെ പുത്രനായി ജനിക്കും എന്ന് യെശയ്യാ പ്രവചനത്തിലുണ്ട് എന്നുള്ളത് മത്തായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിശിഹ ജനിക്കേണ്ടത് ബേത്ലഹേമിലാണ് എന്ന് മത്തായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മീഖ 2:5 അതിനെപ്പറ്റി പറയുന്നുണ്ട്. നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ഏറ്റവും ചെറുതായിരുന്നാലും ഇസ്രായേലിന് പ്രഭുവായിരിക്കേണ്ടവൻ അവിടെ നിന്നാണ് ഉത്ഭവിച്ചു വരുന്നത് എന്ന് ദൈവവചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ബേത്ലഹേമിലാണ് യേശു ജനിക്കേണ്ടത് അല്ലെങ്കിൽ മിശിഹ ജനിക്കേണ്ടത് എന്ന് മത്തായി ചൂണ്ടിക്കാണിക്കുകയും കർത്താവായ യേശു ക്രിസ്തു ബേത്ലഹേമിൽ ജനിച്ചത് പ്രവചനത്തിന്റെ നിവൃത്തി അനുസരിച്ചാണ് എന്ന് മത്തായി വ്യക്തമാക്കുകയും ചെയ്യുന്നു. പഴയ നിയമത്തിൽ പറയുന്നതായ മിശിഹായാണ് യേശു ക്രിസ്തു എന്ന് തെളിയിക്കുവാൻ വേണ്ടിയാണ് പരമാവധി പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ നിന്നെടുത്ത് ഇപ്രകാരം മത്തായി ഇവിടെ വിശദീകരിക്കുന്നത്. യേശു ഈജിപ്തിലേക്ക്, അതായത് മിസ്രൈമിലേക്ക് ഓടിപ്പോയ സംഭവത്തെ കുറിച്ചും മത്തായി വാക്യമെടുക്കുന്നുണ്ട്. ഹോശിയ പ്രവചനം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ മിസ്രൈമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു വരുത്തി എന്ന വാക്യം എടുത്തുകൊണ്ട് മിസ്രൈമിൽ നിന്ന് യേശു ക്രിസ്തു മടങ്ങി വന്ന കാര്യവും മത്തായി വിശദീകരിക്കുന്നു. അങ്ങനെ യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും പഴയ നിയമത്തിലെ പ്രവചനങ്ങളുടെ നിവൃത്തിയാണ് എന്ന് കാണിക്കുവാനാണ് മത്തായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിലാണ് യേശു നസ്രയത്തിൽ താമസിക്കണം, അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടണം,
എന്ന് പ്രവാചകന്മാർ പറഞ്ഞത് നിവൃത്തിയാകുവാൻ വേണ്ടി യേശു നസ്രത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു എന്നും മത്തായി പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. യേശു കന്യകയുടെ പുത്രനായി ജനിക്കണമെന്ന് യെശയ്യാവ് പറഞ്ഞു. യേശു ബേത്ലഹേമിൽ ജനിക്കണമെന്ന് മീഖ പറയുകയുണ്ടായി. യേശു മിസ്രൈമിലേക്ക് ഓടിപ്പോയ സംഭവം ഹോശിയ പ്രവചനത്തിലുണ്ട്. യേശു നസ്രായൻ എന്ന് വിളിക്കപ്പെടണം എന്ന കാര്യം ഏതു പ്രവചന പുസ്തകത്തിലാണുള്ളത്? പഴയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങൾ നോക്കിയാലും നസ്രായൻ എന്നൊരു പദമില്ല. മാത്രമല്ല, നസ്രത്ത് എന്ന ഗ്രാമത്തെ കുറിച്ച് പോലും പഴയ നിയമത്തിൽ പറയുന്നില്ല. പഴയ നിയമകാലത്തെ കാര്യമായി പറയത്തക്ക വിധത്തിലുള്ള ഒരു പ്രാധാന്യവുമുള്ള സ്ഥലമായിരുന്നില്ല നസ്രത്ത്. അതുകൊണ്ട് നസ്രത്തിനെ കുറിച്ച് പഴയ നിയമത്തിൽ പ്രവചനമില്ല. ബേത്ലഹേമിനെ കുറിച്ചുണ്ട്, യെരുശലേമിനെ കുറിച്ചുണ്ട്, എഫ്രൈമിനെ കുറിച്ചുണ്ട്, പല സ്ഥലങ്ങളെ കുറിച്ച് പ്രവചനമുണ്ട്. പല ഗ്രാമങ്ങളെ കുറിച്ചും പട്ടണങ്ങളെ കുറിച്ചും പരാമർശങ്ങളുണ്ട്. എന്നാൽ നസ്രത്ത് എന്നൊരു ഗ്രാമമുള്ളതായിട്ടോ ഭാവിയിൽ അവിടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകുമെന്നോ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതല്ല. എന്നാൽ മത്തായിയുടെ ഉറപ്പിച്ചു പറയുന്നു, യേശു നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്നുള്ള പ്രവചനം നിവൃത്തിയാകുവാൻ വേണ്ടിയാണ് യേശു നസ്രത്തിൽ പോയി താമസിച്ചത് എന്ന്. മത്തായി എന്താണ് ഇവിടെ പറയുന്നതിന്റെ അർത്ഥം? ആ തരത്തിലൊരു പ്രവചനം നമുക്ക് കണ്ടെത്തുവാൻ കഴിയാതിരിക്കെ മത്തായി എന്തുകൊണ്ടാണ് ഈ വിധത്തിലൊരു പ്രവചനത്തെ കുറിച്ച് ഇവിടെ പറയുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മത്തായി ഇത് യഹൂദന്മാർക്ക് എഴുതിയതാണ് എന്ന വസ്തുത മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഭാഗങ്ങൾ പഠിക്കേണ്ടതാണ്. യഹൂദന്മാർക്ക് സുവിശേഷം എഴുതിയതായ മത്തായി യഹൂദന്മാർക്ക് വേഗം മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതുവാനിടയായി. ആ കാലത്തെ യഹൂദന്മാർ വാസ്തവത്തിൽ സംസാരിച്ചിരുന്നത് അരാമ്യ ഭാഷയാണ്. അരാമ്യ ഭാഷയും ബൈബിളിലെ പഴയ നിയമം എഴുതിയതായ എബ്രായ ഭാഷയും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. എങ്കിലും അരാമ്യ ഭാഷ പോലെയല്ല എബ്രായ ഭാഷ. ചില കാര്യങ്ങളിൽ വലിയ വ്യത്യാസവുമുണ്ട്. പക്ഷെ ദൈവവചനം പഠിക്കുന്നതായ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും ഒക്കെ അരാമ്യ ഭാഷ കൂടാതെ തന്നെ പ്രാചീന എബ്രായ ഭാഷയും നന്നായി വശമുണ്ടായിരുന്നു. സാധാരണക്കാരായ ആളുകൾക്ക് എബ്രായ ഭാഷ വായിക്കാൻ അറിഞ്ഞുകൂടാ. അവർക്ക് പഴയ നിയമത്തെ കുറിച്ച് കാര്യമായ അറിവുമില്ല. എന്നാൽ അതായിരുന്നില്ല പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഒക്കെ സ്ഥിതി. അവർക്ക് എബ്രായ ഭാഷ അറിയാം. അങ്ങനെയുള്ളവരാണ് യേശുവിന്റെ ജനനത്തെ സംബന്ധിക്കുന്ന പ്രവചനങ്ങളൊക്കെ പരിശോധിക്കുവാനും അത് യേശുവിന്റെ ജീവിതത്തിൽ നിറവേറിയോ എന്ന് പരിശോധിക്കുവാനും സാധ്യതയുള്ളത്. അതുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിലാണ് മത്തായി ഈ വിഷയം ഇവിടെ എഴുതുന്നത്. എവിടെയാണ് യേശു നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പഴയ നിയമത്തിലുള്ളത്? യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 1-ാം വാക്യം വായിക്കുക. എന്നാൽ ഇശ്ശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ് എന്ന് വിശേഷിച്ച് പറയേണ്ടതില്ല. ഈ ബൈബിൾ സ്റ്റഡിയുടെ 2-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു.